നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സംഘർഷത്തിൽ കൂടുതൽ രാജ്യങ്ങളുടെ ഇടപെടലുണ്ടാകുന്നു. യുദ്ധം നിർത്തണമെന്നാവശ്യപ്പെട്ട് ചൈനയും റഷ്യയും ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുകയാണ്. ഇതാദ്യമായിട്ടാണ് ചൈനയും റഷ്യയും യുദ്ധത്തിനെതിരെ കടുത്ത നിലപാടുമായി രംഗത്തെത്തിയിരിക്കുന്നത്. പശ്ചിമേഷ്യൻ സംഘർഷത്തെക്കുറിച്ച് ഇരു രാജ്യങ്ങളും ചർച്ച ചെയ്തിരുന്നു നേരത്തെ. ചൈനയുടെയും അതുപോലെ തന്നെ റഷ്യയുടെയും രാഷ്ട്രത്തലവന്മാർ തമ്മിൽ ഈ വിഷയത്തിൽ വളരെ വിശദമായ ചർച്ചകൾ നടന്നുവെന്നാണ് സൂചന. ചർച്ചകൾക്കൊടുവിലാണ് എത്രയും വേഗം യുദ്ധം അവസാനിപ്പിക്കണമെന്ന് അമേരിക്കയ്ക്കും ഇറാനും അന്ത്യശാസനം നൽകുന്ന രീതിയിൽ ഇപ്പോൾ ചൈനയുടെയും റഷ്യയുടെയും ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. മാത്രമല്ല, ഗൾഫ് രാജ്യങ്ങളും ഇക്കാര്യത്തിൽ അഭിപ്രായം പറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. ഉപരോധം എത്രയും വേഗം പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട് ആവശ്യപ്പെടുന്നത്. നേരത്തെ ഗൾഫ് രാജ്യങ്ങൾ ഇറാൻ അനുകൂലമായ നിലപാട് സ്വീകരിച്ചിരുന്നില്ല. അതായത് അമേരിക്കയും ഇസ്രായേലും സംയുക്തമായി ഇറാനിൽ ആക്രമണം നടത്തുമ്പോൾ ഇറാൻ പ്രത്യാക്രമണം നടത്തിയിരുന്നത് ഗൾഫ് രാജ്യങ്ങളിലേക്കായിരുന്നു. അതുകൊണ്ട് തന്നെ ഇറാന് പിന്തുണ നൽകാൻ ഒരു ഗൾഫ് രാജ്യവും തയ്യാറായില്ല. UAE-ക്കെതിരെയും സൗദി അറേബ്യക്കെതിരെയും ബഹ്റൈനെതിരെയും കുവൈറ്റിനെതിരെയുമെല്ലാം ഇറാൻ ആക്രമണം നടത്തി. ഡ്രോൺ ആക്രമണങ്ങളും അതുപോലെ തന്നെ മിസൈൽ ആക്രമണങ്ങളുമെല്ലാം ഇറാൻ ഈ പറഞ്ഞ രാജ്യങ്ങൾക്കെതിരെ നടത്തിയിരുന്നു. ഇത്തരം ആക്രമണങ്ങൾ ആദ്യഘട്ടങ്ങളിൽ അമേരിക്കൻ സേനയുടെ താവളങ്ങൾക്ക് നേരെയായിരുന്നുവെങ്കിൽ പിന്നീട് ഈ രാജ്യങ്ങളുടെയൊക്കെ ജനവാസ കേന്ദ്രങ്ങളിലേക്കും എണ്ണ ശുദ്ധീകരണശാലകളിലേക്കും അതുപോലെ തന്നെ ഈ കുടിവെള്ള പ്ലാന്റുകളിലേക്കുമൊക്കെ ആക്രമണം തുടർന്നിരുന്നു. ഇത്തരത്തിലുള്ള ആക്രമണം UAE-യുടെ പൈപ്പ് ലൈൻ പദ്ധതിക്ക് നേരെയും ഇറാൻ നടത്താൻ ശ്രമിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ ഗൾഫ് രാജ്യങ്ങളുടെ പിന്തുണ ഇറാന് നഷ്ടമായി. ഗൾഫ് രാജ്യങ്ങളിലേക്ക് ആക്രമണം നടത്തുമ്പോൾ എത്രയും വേഗം അമേരിക്കയോട് യുദ്ധം അവസാനിപ്പിക്കാൻ ഗൾഫ് രാജ്യങ്ങൾ ആവശ്യപ്പെടുമെന്നായിരുന്നു ഇറാന്റെ കണക്കുകൂട്ടൽ. ആ കണക്കുകൂട്ടലുകൾ മുഴുവൻ തെറ്റിയെന്ന് മാത്രമല്ല, ഇറാൻ എന്ന ഇസ്ലാമിക രാജ്യത്തിന് എതിരായി ഗൾഫിലെ ഇസ്ലാമിക രാജ്യങ്ങളെല്ലാം മാറുകയും ചെയ്തു. ഇത് അമേരിക്കയ്ക്ക് വലിയ നേട്ടമായിരുന്നു. എന്നാൽ ഇപ്പോൾ അമേരിക്ക നടത്തുന്ന ഉപരോധത്തെ എത്രയും വേഗം അവസാനിപ്പിക്കാൻ ആവശ്യപ്പെടുകയാണ് ഗൾഫ് രാജ്യങ്ങൾ. ഹോർമൂസ് കടലിടുക്കിൽ വൻ സേനാ വിന്യാസമാണ് അമേരിക്ക നടത്തിയിരിക്കുന്നത്. ഏതാണ്ട് 12ഓളം പടക്കപ്പലുകളും 100ഓളം യുദ്ധവിമാനങ്ങളും 10,000-ഓളം അമേരിക്കൻ സൈനികരും ഹോർമൂസ് കടലിടുക്കിലുണ്ട്. ഈ സേനാ വിന്യാസത്തെ ഉപയോഗിച്ചുകൊണ്ടാണ് ഇറാൻ തുറമുഖങ്ങളെ അമേരിക്ക ഉപരോധിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഇറാനെ സാമ്പത്തികമായി നട്ടെല്ലൊടിക്കുന്ന ഒരു പ്രവർത്തനമാണ്. ഇറാന്റെ കയറ്റുമതി തടസ്സപ്പെടുമ്പോൾ ഇറാന്റെ വരുമാനം നിലച്ചു പോവുകയും ഇറാനെ സാമ്പത്തികമായി ഞെരുക്കുകയും ചെയ്യാം. ഇതാണ് ഈ ഉപരോധം കൊണ്ട് അമേരിക്ക ലക്ഷ്യം വയ്ക്കുന്നത്. ഇങ്ങനെ ഇറാനെ സമ്മർദ്ദത്തിലാക്കിയാൽ ഇറാൻ സമാധാന ചർച്ചകൾക്കും അമേരിക്ക ഉന്നയിക്കുന്ന ഉടമ്പടികൾക്കും ആവശ്യങ്ങൾക്കും അംഗീകാരമായി അല്ലെങ്കിൽ അതിന് അനുകൂലമായി ഇറാൻ പ്രതികരിക്കുമെന്നാണ് അമേരിക്ക കണക്ക് കൂട്ടുന്നത്. ഒരു പരിധിവരെ ഈ ഉപരോധം ഇറാനുമേൽ വലിയ സമ്മർദ്ദമായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ചർച്ചയ്ക്കില്ല എന്ന് നിലപാടെടുത്തിരുന്ന ഇറാൻ പിന്നീട് ചർച്ചയ്ക്ക് തയ്യാറായത്. എന്നാൽ ആണവായുധങ്ങൾ നിർമ്മിക്കാൻ പാടില്ല എന്ന അമേരിക്കയുടെ നിർദ്ദേശം ഇതുവരെയും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. മാത്രമല്ല, ഹോർമൂസ് കടലിടുക്ക് പൂർണ്ണമായും സ്വതന്ത്രമാക്കണമെന്ന വാദവും ഇറാൻ അംഗീകരിച്ചിട്ടില്ല. ഹോർമൂസ് കടലിടുക്കിലൂടെ കപ്പലുകൾ പോകാൻ ഇറാൻ അനുവദിക്കുന്നുണ്ട്. പക്ഷേ അതിന് ഭീമമായ ടോൾ ചുമത്തുകയാണ്. ഈ ടോൾ ചുമത്തുന്നത് ഒഴിവാക്കിക്കൊണ്ട് പൂർണ്ണമായും സ്വതന്ത്രമായ അന്താരാഷ്ട്ര പാതയാക്കി ഹോർമൂസ് കടലിടുക്കിനെ മാറ്റണം എന്നാണ് അമേരിക്കയുടെ ആവശ്യം. എന്നാൽ ഈ ഹോർമൂസ് കടലിടുക്ക് അങ്ങനെയങ്ങ് സ്വതന്ത്രമാക്കാൻ ഇറാന് താല്പര്യമില്ല. ഈ രണ്ട് ഘടകങ്ങളിൽ പിടിച്ചുകൊണ്ടാണ് സമാധാന ഉടമ്പടി വൈകുന്നത്. ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിലാണ് ഇപ്പോൾ സമാധാന ഉടമ്പടിയിൽ ഇരു രാജ്യങ്ങളെയും കൊണ്ട് ഒപ്പുവയ്പ്പിക്കാനുള്ള ശ്രമം നടത്തുന്നത്. ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്ന് തൽക്കാലം ഉറപ്പു നൽകുകയും ഹോർമൂസ് കടലിടുക്ക് തുറന്നു കൊടുക്കുകയും ചെയ്താൽ ഘട്ടം ഘട്ടമായി അമേരിക്ക ഉപരോധം അവസാനിപ്പിക്കുമെന്നും ഇറാനുമേൽ നേരത്തെ തന്നെ ചുമത്തിയിട്ടുള്ള സാമ്പത്തിക ഉപരോധങ്ങളെല്ലാം അവസാനിപ്പിക്കുമെന്നും അമേരിക്ക ഉറപ്പു നൽകിയിരുന്നു. ഇത് തീർച്ചയായും വല്ലാതെ ഇറാനെ പ്രലോഭിപ്പിച്ചിട്ടുണ്ട് എന്ന് ഉറപ്പാണ്. കാരണം ഇറാന്റെ എല്ലാ സാമ്പത്തിക പ്രതിസന്ധികളെയും തരണം ചെയ്യാൻ ഈ ഒരു നിലപാട് സാധിക്കും. അതിന് ഇറാന് ചെയ്യേണ്ടിയിരിക്കുന്നത് ആണവായുധങ്ങൾ നിർമ്മിക്കില്ല എന്നുറപ്പ് കൊടുക്കുകയാണ് തൽക്കാലത്തേക്കെങ്കിലും. പിന്നീട് ചർച്ചകളിലൂടെ ആണവായുധങ്ങൾ ഒഴിവാക്കുന്നതിനെക്കുറിച്ചും സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റേതെങ്കിലും രാജ്യത്തേക്ക് മാറ്റുന്നതിനെക്കുറിച്ചുമൊക്കെ തീരുമാനമാകാം എന്ന് ഇറാൻ ചിന്തിക്കുന്നു. പക്ഷേ ആ ഒപ്പുവയ്ക്കൽ പോലും ഇതുവരെ നടന്നിട്ടില്ല. കാരണം ഇറാൻ അങ്ങേയറ്റം ചില കാര്യങ്ങളിൽ പ്രതിഷേധം രേഖപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ ഉപരോധം ആദ്യം തന്നെ പിൻവലിക്കണമെന്നാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയോട്
അമേരിക്കയോട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. ആദ്യം അമേരിക്ക ഉപരോധം പിൻവലിക്കണം, അങ്ങനെയെങ്കിൽ ഇറാൻ ഈ പറയുന്ന സമാധാന ഉടമ്പടിക്ക് തയ്യാറാകും എന്ന ഒരു സന്ദേശമാണ് ഇപ്പോൾ ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് നൽകുന്നത്. പക്ഷേ അമേരിക്ക ഇതിനോട് അനുകൂലമായി പ്രതികരിച്ചിട്ടില്ല. മാത്രമല്ല, സംഘർഷങ്ങൾ അല്ലെങ്കിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ തുടരുമ്പോൾ ഏത് സമയവും യുദ്ധം ആരംഭിക്കാൻ തയ്യാറായി നിൽക്കുകയാണ് ഇസ്രായേൽ. ഇസ്രായേലിലെ സൈനിക വ്യോമത്താവളങ്ങളിലെല്ലാം അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും യുദ്ധവിമാനങ്ങൾ എന്തിനും തയ്യാറായി സ്റ്റാൻഡ് ബൈ മോഡിൽ നിൽക്കുകയാണ്. ഏത് സമയത്തും യുദ്ധം ആരംഭിക്കാമെന്നാണ് ഇസ്രായേൽ പറയുന്നത്. കാരണം ഇറാന്റെ സൈനിക ശക്തി വെട്ടിക്കുറയ്ക്കുന്ന രീതിയിലുള്ള ആക്രമണം നടത്തിയേ മതിയാകൂ. ഇല്ലെങ്കിൽ ഇസ്രായേലിനും അമേരിക്കയ്ക്കുമെല്ലാം ഭീഷണിയാകുന്ന രാജ്യമായി ഇറാൻ മാറും. അതുകൊണ്ട് തന്നെ ഇറാനെ ആക്രമിച്ചേ മതിയാകൂ എന്ന നിലപാടിലാണ് ഇസ്രായേൽ. പക്ഷേ ഇസ്രായേലിൻ്റെ ആ വാദത്തോട് അമേരിക്ക യോജിക്കുന്നില്ല. നടത്താൻ കഴിയുന്ന സമാധാന ശ്രമങ്ങൾ നടത്തി നോക്കാമെന്നും എന്നിട്ടും വഴങ്ങിയില്ലെങ്കിൽ മാത്രം ആക്രമണമെന്നും ഉള്ള നിലപാടിലാണ് ഇപ്പോൾ അമേരിക്കയുള്ളത്. പ്രധാനമായും സമാധാന ഉടമ്പടി ഇറാൻ ഒപ്പുവയ്ക്കാതിരിക്കുന്നതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം ഇസ്രായേൽ ലെബനോനിൽ നടത്തുന്ന ആക്രമണമാണ്. ഇതിനിടെ കഴിഞ്ഞ ദിവസങ്ങളിൽ അതിരൂക്ഷമായ ആക്രമണമാണ് ഇസ്രായേൽ ലെബനോനെതിരെ നടത്തിയത്. ഹിസ്ബുള്ളയ്ക്കെതിരെ ആക്രമണം അവസാനിപ്പിച്ചില്ലെങ്കിൽ ഒരു കാരണവശാലും സമാധാന ഉടമ്പടിക്കില്ല എന്ന് ഇറാൻ വീണ്ടും ആവർത്തിക്കുകയാണ്. ഈ ലെബനോനെ ആക്രമിച്ചുകൊണ്ടുള്ള ഒരു സമാധാന ഉടമ്പടിയും പ്രാവർത്തികമാകില്ല എന്ന് ഇറാൻ പറഞ്ഞുകൊണ്ടേയിരിക്കുന്നു. അതുകൊണ്ട് തന്നെ സമാധാന ഉടമ്പടി ഇപ്പോഴും വിദൂരത്താണ്. അതേസമയം സമാധാന ഉടമ്പടി ഉപേക്ഷിച്ച് എത്രയും വേഗം യുദ്ധം ആരംഭിക്കാനാണ് ഇസ്രായേൽ സമ്മർദ്ദം ചെലുത്തുന്നത്. ഇസ്രായേലിൻ്റെ ആ സമ്മർദ്ദത്തെ പ്രതിരോധിക്കുന്നത് ഗൾഫ് രാജ്യങ്ങളാണ്. അമേരിക്ക ആദ്യം ഉപരോധം അവസാനിപ്പിക്കണമെന്ന് അവർ ഇപ്പോൾ ആവശ്യപ്പെടുന്നു. എന്തായാലും പശ്ചിമേഷ്യയിൽ സംഘർഷം ഇപ്പോഴും പ്രവചനാതീതമായി തുടരുകയാണ്. ഹോർമൂസ് കടലിടുക്കിലെ സംഘർഷം ഒഴിവാക്കി മേഖലയെ സ്വതന്ത്രമാക്കണമെന്ന് കൂടുതൽ രാജ്യങ്ങൾ ആവശ്യപ്പെടുകയാണ്. അതേസമയം ഇന്ത്യയെ പോലെയുള്ള രാജ്യങ്ങൾ ഹോർമൂസ് കടലിടുക്ക് ഉപേക്ഷിച്ച് മറ്റു പല മാർഗങ്ങളും തേടാനുള്ള ശ്രമവുമാണ്. UAE-യുടെ പൈപ്പ് ലൈനിലൂടെ അടക്കം ഊർജ്ജ സുരക്ഷിതത്വം നേടാനുള്ള കരാറുകൾ UAE-യുമായി ഇന്ത്യ ഒപ്പുവെച്ച് കഴിഞ്ഞിരിക്കുന്നു. മറ്റു രാജ്യങ്ങളുമായി ഹോർമൂസ് കടലിടുക്ക് ഒഴിവാക്കിക്കൊണ്ടുള്ള എണ്ണക്കടത്തും ഇന്ത്യ ഇപ്പോൾ ആലോചിക്കുന്നുണ്ട്. എന്തായാലും കൂടുതൽ രാജ്യങ്ങൾ കൂടി ഇടപെടുന്നതോടെ ഇറാനും അമേരിക്കയും അവരവരുടെ നിലപാടുകളിൽ അയവ് കാണിക്കുമെന്നാണ് ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ലഭിക്കുന്ന സൂചന.